2023 വരെ ഇന്ത്യയിൽ ഇറങ്ങിയ ഒരു വാഹനത്തിലും E20 സൂട്ടബിൾ അല്ല. E20 സൂട്ടബിൾ ആണെന്ന് പറഞ്ഞിട്ടല്ല അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങളെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. 2002 അങ്ങനെ പ്രമേയം വന്നു, 2005 വന്നു. ഇവരുടെ പ്രമേയമല്ല പ്രശ്നം, ഇത് ഒഴിക്കേണ്ടത് വണ്ടിയിലാണെന്നുള്ളതാണ്. ആ വണ്ടി ഇല്ലാത്തടത്തോളം പിന്നെ എന്തിനാ E20 പെട്രോൾ? ഇതിന് പ്ലാനിങ് വളരെ കൂടുതൽ ആവശ്യമുണ്ട്. ദീർഘകാല പ്ലാനിങ് വേണം. വണ്ടികൾ പതുക്കെ മാറ്റണം. അവിടെയാണ് സുരേഷ് ഗോപി വന്നിട്ട്, അദ്ദേഹം സിനിമയിൽ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, പോലീസ് ഓഫീസർ ആയിട്ടുണ്ട്, സയന്റിസ്റ്റ് ആയിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും, പല വേഷങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെയൊക്കെ വിവരം അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറയരുത്. ഇപ്പോൾ എത്തനോൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉള്ളൂ ഇന്ത്യയിൽ. ആ കമ്പനിയുടെ ഉടമസ്ഥൻ നിതിൻ ഗഡ്കരിയുടെ മകനാണ്. അത് വന്നപ്പോഴാണ് ആളുകൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. ധാന്യങ്ങളിൽ നിന്ന് അത് ഉണ്ടാക്കണ്ടേ, കരിമ്പിൽ നിന്ന് അത് ഉണ്ടാക്കണ്ടേ. ധാന്യം, ജനസംഖ്യ നിരന്തരം കൂടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ പോലൊരു രാജ്യത്ത് ധാന്യം കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയെ ഉണ്ടാവും. E20 പെട്രോൾ ഒരു വിവാദമായി എന്ന് തന്നെ പറയേണ്ടി വരും. പോസിറ്റീവായും നെഗറ്റീവായും അഭിപ്രായം പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയും കേരളത്തിൽ നിന്നുള്ള BJPയുടെ MPയുമായിട്ടുള്ള സുരേഷ് ഗോപി ഒരു പ്രസ്താവന പറഞ്ഞു. E20 പെട്രോൾ സുരക്ഷിതമാണ്, വാഹനങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള കേടുപാടുകളൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നു. ഇപ്പോൾ നിതിൻ ഗഡ്കരി ആ വാദത്തെ തള്ളിക്കൊണ്ട് കേടുപാടുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. E20 പെട്രോൾ സത്യത്തിൽ നമുക്ക് ഗുണം ചെയ്യുമോ അതോ ദോഷം ചെയ്യുമോ? E20 പെട്രോളിന് അനുകൂലമായി നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം, ലോകത്ത് ക്രൂഡ് ഓയിൽ രാഷ്ട്രീയമായി നിയന്ത്രിക്കപ്പെടുന്നു. ഇപ്പൊ യുദ്ധം വരുമ്പോൾ നമുക്ക് കിട്ടാതാവുന്നു. അതുകൊണ്ട് ക്രൂഡ് ഓയിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതിന് പകരമായി മറ്റൊരു ഇന്ധനം, അല്ലെങ്കിൽ അതിൻ്റെ ഇറക്കുമതിയിൽ കുറവ് വരുത്താൻ കഴിയുന്നൊരു ഇന്ധനം കൊണ്ടുവരണം. E20യുടെ മറ്റൊരുപാട് ആസ്പെക്ട്സ് ഉണ്ട്, അത് നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം. ആ വാദത്തിലാണ് ഇപ്പോൾ E20 കൊണ്ടുവന്നത്. ഈ കൊണ്ടുവന്നതിൽ തന്നെ കുറെ, അതിൻ്റെ മെത്തഡോളജി തന്നെ വലിയ പ്രശ്നമാണ്. കാരണം ഏകപക്ഷീയമായിട്ടാണ് ഇത് കൊണ്ടുവന്നത്. 2023 വരെ ഇന്ത്യയിൽ ഇറങ്ങിയ ഒരു വാഹനത്തിലും E20 സൂട്ടബിൾ അല്ല. E20 സൂട്ടബിൾ ആണെന്ന് പറഞ്ഞിട്ടല്ല അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു വാഹനം ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ ഏത് ഇന്ധനം ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളത് അതിൽ വളരെ ക്ലിയർ ആണ്. ഇന്ന ഇന്ധനം ഉപയോഗിക്കുകയാണ് വാഹനത്തിന് വേണ്ടത്. അങ്ങനെയുള്ള ഇന്ധനം ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിൽ നിങ്ങൾക്ക് വേറൊരു ഇന്ധനം നിറച്ചാൽ, ഇപ്പോൾ പെട്രോൾ അടിക്കുന്നതിൽ മണ്ണെണ്ണ ഒഴിക്കുന്ന മാതിരിയുള്ള പ്രശ്നം വരും. മണ്ണെണ്ണ ചീപ്പറാണ് എന്നുണ്ടെങ്കിലും സാമാന്യം തലയ്ക്ക് വെളിവുള്ള ആരും മണ്ണെണ്ണ അധികം ഒഴിക്കില്ല. മണ്ണെണ്ണ ഒഴിച്ചാൽ അത് കേടായിപ്പോവും, അതിൻ്റെ യന്ത്രങ്ങൾ കേടായിപ്പോവും, കാർബറേറ്റർ കേടായിപ്പോവും, അതിൻ്റെ ഉള്ളിലെ മെറ്റൽസ് ഉണ്ട്, മെറ്റൽ പാർട്ട് ഉണ്ട്, പ്ലാസ്റ്റിക് പാർട്ട് ഉണ്ട്, ഇതിനൊക്കെ കേടുവരും. അതുകൊണ്ട് സാധാരണ ആരും അങ്ങനെ ഒഴിക്കാറില്ല. ഇവിടെ ഏകപക്ഷീയമായി കുറെ പമ്പ് തുടങ്ങി. അവിടെ നിങ്ങൾക്ക് E20 പെട്രോൾ മാത്രമേ കിട്ടൂ, മറ്റേ പെട്രോൾ പോയി കാണാനില്ല. അപ്പൊ E20 പെട്രോൾ മാത്രമേ കിട്ടൂ എന്ന് പറഞ്ഞൊരു പമ്പ് ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ആയിരക്കണക്കിന് പമ്പ് ആരംഭിക്കുമ്പോൾ ആദ്യം ആലോചിക്കേണ്ട കാര്യം, ഇതിന് പറ്റിയ വണ്ടി ഇവിടെ ഉണ്ടെന്ന്. ഞങ്ങളെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. 2002 അങ്ങനെ പ്രമേയം വന്നു, 2005 വന്നു. ഇവരുടെ പ്രമേയമല്ല പ്രശ്നം, ഇത് ഒഴിക്കേണ്ടത് വണ്ടിയിലാണെന്നുള്ളതാണ്. ആ വണ്ടി ഇല്ലാത്തടത്തോളം പിന്നെ എന്തിനാ E20 പെട്രോൾ? അല്ലെങ്കിൽ 2 പെട്രോളും വെക്കുക. E20 വേണ്ടവർക്ക് ഇതടിക്കാം, ഇത് വേണ്ടാത്തവർക്ക് ഇതടിക്കാം. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഇല്ല. ഇതിപ്പോൾ നമുക്ക് ഓപ്ഷൻ തന്നില്ല. നമുക്ക് ഓപ്ഷൻ തരികയാണെങ്കിൽ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ആരോഗ്യം നോക്കും. കാരണം പ്രത്യേകിച്ചും ഇന്ത്യയിലെ മധ്യവർഗം ഒരു കാർ വാങ്ങുക എന്നുള്ളത് മിക്കവാറും വീടുകളുടെ ഒരു സ്വപ്നമാണ്. വളരെ ബുദ്ധിമുട്ടി ലോൺ എടുത്തിട്ടാണ് മിക്കവാറും ആളുകൾ കാർ വാങ്ങുന്നത്. അങ്ങനെ കാർ വാങ്ങി ആ കാർ ഓടിച്ച്, ഒരു മാരുതിയൊക്കെ സെന്നൊക്കെ ഉണ്ടെങ്കിൽ വലിയ കാറായിട്ടാണ് ആളുകൾ കരുതുന്നത്. കാരണം അവരുടെ വരുമാനത്തിന് അതേ പറ്റൂ. ലോൺ എടുത്ത് കടത്തിന് മേൽ കടവുമായി പോകുന്ന ഇടത്തരം ഫാമിലികൾ, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ് ഒക്കെ ഉള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അത് യന്ത്രം കേടായാൽ പെട്രോളിന് വില കുറയുന്നില്ല. അതൊരു കാര്യം വേറെയാണ്. പെട്രോളിന് 5 പൈസ കുറച്ചിട്ടില്ല. E20 വന്നിട്ടും പെട്രോളിന്റെ വിലയൊന്നും കുറഞ്ഞില്ല. ഇനി അത് കുറഞ്ഞാൽ തന്നെയും, പെട്രോളിന്റെ വില കുറച്ചാലും വാഹനത്തിന് കേടുവന്നാൽ അതിന്റെ എത്രയോ മടങ്ങ് കൂടുതൽ ചിലവാകും. അതുകൊണ്ട് സാധാരണഗതിക്ക് ഒരു ഫാമിലി അങ്ങനെ ഒരു റിസ്ക് എടുക്കില്ല, അവർക്ക് താല്പര്യമില്ല അതെടുക്കാൻ. ഒരു ഇടത്തരക്കാരൻ്റെ ഭാഗത്തു നിന്നാണ് ഞാൻ 100% പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇതിന് പ്ലാനിങ് വളരെ കൂടുതൽ ആവശ്യമുണ്ട്. ദീർഘകാല പ്ലാനിങ് വേണം. വണ്ടികൾ പതുക്കെ മാറ്റണം. അവിടെയാണ് സുരേഷ് ഗോപി വന്നിട്ട്, അദ്ദേഹം സിനിമയിൽ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, പോലീസ് ഓഫീസർ ആയിട്ടുണ്ട്, സയന്റിസ്റ്റ് ആയിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും, പല വേഷങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെയൊക്കെ വിവരം അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറയരുത്. സാധാരണ ഓട്ടോമൊബൈൽ മെക്കാനിക്കുകൾക്ക് വരെ അറിയാം. ഇതുണ്ടാക്കുന്ന കമ്പനികൾ, ഇപ്പം മാരുതി തന്നെ പറഞ്ഞു ഇതിന് സൂട്ടബിൾ അല്ല, മൈലേജ് കുറയും. കാരണം അതൊരു പ്രശ്നമല്ലേ. ഞാൻ പെട്രോൾ അടിച്ചിട്ട് 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ എനിക്ക് 12-15 കിലോമീറ്റർ 20 കിലോമീറ്റർ ഒക്കെ കത്തിച്ച ആളിൽ ഓടിക്കണേ. ആ 15 കിലോമീറ്റർ കിട്ടുന്ന 5 കിലോമീറ്റർ ആയി ഞാൻ പിന്നെ അതിൻ്റെ പൈസ എത്ര പോയി? അതിൽ തന്നെ പോയില്ലേ. മൈലേജ് കുറയും. മാത്രമല്ല ഇത് കൂടുതൽ വാട്ടർ കണ്ടന്റ് ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് മെറ്റലിനൊക്കെ കൊറോഷൻ വരും, പല മൂവിങ് പാർട്സിനൊക്കെ പ്രോബ്ലം ഉണ്ട്.
പ്ലാസ്റ്റിക്കിന് വലിയ തോതിലുള്ള ദുരന്തമുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയുടെ മുഴുവൻ എൻജിൻ ചേസിസും ഒക്കെ അഴിച്ച് മാറ്റി വെക്കാൻ പറ്റും ഇതിനു വേണ്ടി. നമ്മൾ ഗ്യാസ് വന്നപ്പോൾ എന്താ ചെയ്തത്? രണ്ടും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ചേഞ്ച് ഓവർ ഇട്ടു. ഗ്യാസും ഓപ്പറേറ്റ് ചെയ്യാൻ പെട്രോളും ഇടാം. അപ്പോൾ പെട്രോൾ നമ്മൾ ഉപയോഗിക്കില്ല, ഗ്യാസ് ഉപയോഗിക്കും. ഏതെങ്കിലും ഘട്ടത്തിൽ ഗ്യാസ് കഴിഞ്ഞാൽ പെട്രോളിലേക്ക് മാറും. ചിലപ്പോൾ ഇലക്ട്രിക് തന്നെ അങ്ങനെ വരുന്നുണ്ട്. പെട്രോളും ഇലക്ട്രിക് ഉപയോഗിക്കാവുന്ന എഞ്ചിൻസ് ഒക്കെ വരുന്നുണ്ട്, അതും ചെയ്യാം. പക്ഷെ ഇവിടെ അതല്ല, E20 മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഗതി കൊണ്ടുവന്നത്. അപ്പൊ ഇത് എതിർക്കും. ഇപ്പോൾ നിതിൻ ഗഡ്കരിക്ക് തന്നെ അവസാനം പറയേണ്ടി വന്നല്ലോ, ഇത് കുഴപ്പമുണ്ട്. കാരണം പഴയ മോഡൽ 23 വരെ ഇറങ്ങിയ വണ്ടികൾക്കൊന്നും ഉപയോഗമില്ല. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 വർഷത്തിന് ശേഷം 3 വർഷത്തിന് ശേഷം ഇറങ്ങിയ വണ്ടി എന്നല്ല, 3 വർഷത്തിന് ശേഷം ഈ പറഞ്ഞ എത്തനോളിന് വേണ്ടി ഇറങ്ങിയ വണ്ടികൾ. കഴിഞ്ഞ 3 വർഷം വേറെ കുറെ വണ്ടി ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിലൊന്നും ഇത് പറ്റില്ലല്ലോ. അപ്പൊ 23-ന് ശേഷമാണ് ആ വണ്ടി ഇറങ്ങാൻ തുടങ്ങുന്നത്. ഇനി ഇന്ത്യയിലുള്ള കോടിക്കണക്കിന് ആളുകൾ മുഴുവൻ ആ വണ്ടിയിലേക്ക് മാറണമെന്നൊന്നും ആലോചിച്ചു, നടക്കില്ലല്ലോ, നടക്കാത്ത കാര്യമല്ലേ. ഈ ആളുകൾ നിങ്ങൾ വേണി മാറിക്കോ, ഞങ്ങളുടെ ഈ പെട്രോളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെയും ഒരു ചതിയുണ്ട്. കാരണം വാങ്ങാൻ പറ്റില്ല, പലർക്കും കാർ ഉപേക്ഷിക്കേണ്ടി വരും. കാർ ഉപേക്ഷിക്കണോ വേണ്ടോ എന്നുള്ളത് വേറെ പ്രശ്നമാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടിനാണ് ഒരു കാർ വാങ്ങുന്നത്. മിഡിൽ ക്ലാസ്, ആ മിഡിൽ ക്ലാസ് കംഫർട്ട് കുറയും. അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുണ്ട്. ഞാൻ കാർ കുറയണമെന്ന് വ്യക്തിപരമായി ആഗ്രഹിക്കുന്ന ഒരാൾ, അത് വേറെ വിഷയം. പക്ഷേ അതിങ്ങനെയല്ല കുറയ്ക്കേണ്ടത്, നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചിട്ടല്ല കുറയ്ക്കേണ്ടത്. പബ്ലിക് ട്രാൻസ്പോർട്ട് മെച്ചപ്പെടുത്തി കാർ കുറയ്ക്കണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും വേണം. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ അവർ കാർ കേടാക്കിയിട്ട് നിങ്ങളുടെ കാർ കുറയ്ക്കുകയാണ്. പുതിയൊരു കാർ വാങ്ങാൻ ഇതിലൊരു 10% 15% പുതിയൊരു കാർ വാങ്ങാൻ പറ്റും. മാത്രമല്ല അതിന് വില കൂടുമെന്ന് പറയാൻ പറ്റില്ല, ആ കാർ എത്ര ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. പണ്ട് നമ്മൾ മാരുതിക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്, ഇപ്പം അതൊന്നും വേണ്ട. അപ്പം മിക്കവാറും കാറൊക്കെ നമുക്ക് അവിടെ പോയാൽ ഷോറൂമിൽ നിന്ന് എടുക്കാം. മുമ്പ് അങ്ങനെയല്ല, മാരുതിക്ക് വേണ്ടി മാസങ്ങൾ ബുക്ക് ചെയ്ത് മാരുതി കാർ കാത്ത ആളുകളൊക്കെ. ഇനിയിപ്പോൾ ഇവരത് വേണ്ടി വരും നാട്ടുകാരൊക്കെ, ഈ കാർ ഉപേക്ഷിച്ച് മറ്റേ കാർ കിട്ടാൻ വേണ്ടി. അപ്പോൾ കാർ കമ്പനിക്കാർ, ഇവിടുത്തെ വലിയ കോർപ്പറേറ്റുകൾ, അവർക്ക് വേറൊരു ഉൽപ്പന്നമാണ്. ഇതിലൊക്കെ കൂടുതൽ ഇതിൻ്റെ പിന്നിലുള്ള ചതി അറിഞ്ഞപ്പോഴാണ് ജനങ്ങൾ കൂടുതൽ അറിഞ്ഞത്. കാരണം ഇപ്പോൾ എത്തനോൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉള്ളൂ ഇന്ത്യയിൽ. ആ കമ്പനിയുടെ ഉടമസ്ഥൻ നിതിൻ ഗഡ്കരിയുടെ മകനാണ്. അത് വന്നപ്പോഴാണ് ആളുകൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. ഇപ്പം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറ്റാൻ കാരണം, വേറെ പെട്രോൾ കൊടുക്കേണ്ട തീരുമാനിക്കാൻ കാരണം, വേറെ പെട്രോൾ കൊടുത്താൽ ആളുടെ പെട്രോൾ അടിച്ചല്ലേ പോളൂ. പുതിയ വണ്ടി എടുക്കുന്നോ മാത്രമല്ലേ എത്തനോൾ അടിക്കുകയുള്ളൂ. ഇനി എത്തനോൾ അടിക്കണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? അത് കൂടുതൽ എന്തെങ്കിലും ലാഭം ഉണ്ടാവണ്ടേ? ഞാൻ എത്തനോൾ അടിക്കുമ്പോൾ എനിക്ക് അതിന് കുറച്ച് എന്തെങ്കിലും ലാഭം കിട്ടണ്ടേ? അല്ലെങ്കിൽ ഞാൻ എത്തനോൾ അടിക്കും. കാരണം എന്തിനാണ് ഞാൻ റിസ്ക് എടുക്കുന്നത്? മറ്റേ പെട്രോളിന് വേണ്ടിയാണല്ലോ ഏത് എഞ്ചിനും ഉണ്ടാക്കിയേക്കണേ, അല്ലെങ്കിൽ മറ്റേ ഡീസലിന് വേണ്ടിയാണല്ലോ. അപ്പം എത്തനോൾ ഞാൻ അടിക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇത് കിട്ടണം, എന്തെങ്കിലും അതിനൊരു ബെനിഫിറ്റ് കിട്ടണം. ഇതൊരു ബെനിഫിറ്റും ഇല്ല, ഞാൻ എന്തിനടിക്കണേ? അപ്പോൾ എത്തനോൾ ആരും അടിക്കില്ല. ഓപ്ഷൻ ഇട്ടാൽ എത്തനോൾ അടിക്കില്ല. എത്തനോൾ അടിച്ചില്ലെങ്കിൽ നിതിൻ ഗഡ്കരിയുടെ കമ്പനി പൂട്ടും. മാത്രമല്ല ആ കമ്പനി ഈ നയം കൊണ്ടുവരുന്നു എന്നറിയുമ്പോൾ തന്നെ അവരുടെ മൂലധനവും ഓഹരി വിലയും വളരെ പെട്ടെന്ന് കൂടി. ഷെയർ വാല്യൂ ഭയങ്കരമായിട്ട് കൂടി. ആ കമ്പനിയുടെ മൂലധനം ഭയങ്കരമായിട്ട് കൂടി. 200-300 മടങ്ങാണ് വില കൂടണം. കാരണം എന്താ? ഇത് മാത്രമേ ഉള്ളൂ, മനുഷ്യന് വേറെ വഴിയില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിലൊരു ചതിയുണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലാവും. മിഡിൽ ക്ലാസ്സിൻ്റെ സംബന്ധിച്ചിടത്തോളം. ഇതിൻ്റെ ഒരു ഫാക്ടറും കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. അതിതൊന്നുമല്ല. യഥാർത്ഥത്തിൽ എത്തനോൾ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഒരു പകരം ഫ്യൂവലല്ല. ഇതിന് കാരണം ധാന്യങ്ങളിൽ നിന്ന് അത് ഉണ്ടാക്കണ്ടേ, കരിമ്പിൽ നിന്ന് അത് ഉണ്ടാക്കണ്ടേ. ധാന്യം, ജനസംഖ്യ നിരന്തരം കൂടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ പോലൊരു രാജ്യത്ത് ധാന്യം കിട്ടാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാവും. 1. 2, ഇപ്പോൾ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 10 രൂപയ്ക്ക് നെല്ല് സർക്കാരിന് കൊടുക്കണോ അതോ 15 രൂപയ്ക്ക് പെട്രോൾ കമ്പനിക്ക് കൊടുക്കണോ എന്ന് ചോദിച്ചാൽ നിതിൻ ഗഡ്കരിയുടെ മോൻ്റെ കമ്പനിയിൽ ഇത് വാങ്ങുക. അയാൾ മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ കൊടുക്കൂലേ? കർഷകരത് കൊടുക്കൂലേ അവർക്ക്? രണ്ടാമത്, നീ കർഷകരിതൊന്നും വേണ്ട, കർഷകരുടെ ഭൂമി ഏറ്റെടുത്ത് കോർപ്പറേറ്റ് തലത്തിൽ കൃഷി ചെയ്യാം. കാരണം നമുക്കറിയാം, പെപ്സിയും അതുപോലെയുള്ള കമ്പനികൾ, മക്ഡൊണാൾഡ്സും എന്താ ചെയ്തത്? വലിയ തോതിൽ അവർ തക്കാളി തോട്ടങ്ങളും അതുപോലെ ഉരുളക്കിഴങ്ങ് തോട്ടങ്ങളും ഉണ്ടാക്കി അതിൽ GM കൊണ്ടുവന്നു. ഇവിടെ ഭക്ഷണത്തിനല്ലല്ലോ, പെട്രോൾ ഉണ്ടാക്കാനപ്പോൾ GM അരി കൊണ്ടുവരാമല്ലോ, GM ഗോതമ്പ് കൊണ്ടുവരാം, GM കരിമ്പ് കൊണ്ടുവരാം. ഇനി ഈ കൃഷികളെല്ലാം വലിയ തോതിൽ വെള്ളം ഉപയോഗിക്കുന്നതാണ്. ഇപ്പം കരിമ്പാണ് ഇതിൽ ഏറ്റവും നല്ല സാധനം. അപ്പം എന്ത് പറ്റും? നെല്ലുണ്ടാകുന്നതിനേക്കാൾ 5 ഇരട്ടി 6 ഇരട്ടി വെള്ളം വേണം കരിമ്പിന്, കരിമ്പീൻ്റെ ഇതെടുക്കാൻ. അപ്പോൾ കരിമ്പ് മാസീവായിട്ട് കരിമ്പ് ഉപയോഗിക്കും. അപ്പോൾ നമ്മുടെ നെൽപ്പാടങ്ങൾ വലുതും കരിമ്പ് തോട്ടങ്ങളായി മാറും. 1, ഭക്ഷണം കുറയും, ഭക്ഷ്യക്ഷാമം വരും. ഭക്ഷ്യക്ഷാമം വന്നാൽ ഏറ്റവും ദുരിതം അനുഭവിക്കാൻ പോകുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിൽ
റേഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന, സർക്കാർ കൊടുക്കുന്ന അരി കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകൾ. സർക്കാരിൻ്റെ അരി ശേഖരം ഉണ്ടാവില്ലേ കുറച്ച് കഴിയുമ്പോൾ? കാരണം കർഷകർ കൊടുക്കില്ല, കർഷകർക്ക് ലാഭം മറ്റവർക്ക് കൊടുക്കുന്നതാണ്. ഒക്കെ സർക്കാരിൻ്റെ സംവിധാനത്തിൽ നഷ്ടം വരും. അങ്ങനെ വരുമ്പോൾ ഇപ്പം തന്നെ FCI ഗോഡൌണിൽ നിന്ന് അരി മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എത്തനോളിൽ മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഏറ്റവും പാവപ്പെട്ടവൻ, ക്യൂവിൻ്റെ അവസാനം നിൽക്കുന്നവൻ, അവൻ്റെ റേഷനറി കിട്ടാതാവുകയും ഈ പെട്രോൾ, ഈ എത്തനോൾ പെട്രോൾ, E20 പെട്രോൾ നാട്ടിൽ മുഴുവൻ വ്യാപിക്കുകയും ചെയ്യും. അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. ഇതിനും പുറത്താണ് കാലാവസ്ഥാ മാറ്റം പോലെയുള്ള വിഷയങ്ങൾ വരുന്നത്. മഴ കുറവുള്ള ഒരു കാലം. ഇപ്പം നമുക്ക് കേരളത്തിൽ തന്നെ മഴ കുറഞ്ഞ് നമുക്കറിയാം. മഴ കുറവ് വന്നാൽ എന്തുണ്ടാവും ഈ കൃഷിക്ക്? അപ്പോൾ നദികളിൽ നിന്നൊക്കെ വെള്ളം ഇവർക്ക് കൊടുക്കും. കാരണം എന്താ? ഇവർക്ക് പൈസ കൂടുതൽ കൊടുക്കാൻ പറ്റും. 2 രൂപയ്ക്ക് അരി വാങ്ങുന്നതിനകത്ത് കൊടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് 12 രൂപയ്ക്ക് അരി വാങ്ങാൻ തയ്യാറുള്ളവൻ, അല്ലെങ്കിൽ 20 രൂപയ്ക്ക് അരി വാങ്ങാൻ തയ്യാറുള്ളവൻ അവർക്ക് കൊടുക്കാൻ പറ്റും. മാത്രമല്ല ഇതൊരു കുത്തകയാണ്. നാളെ ഇപ്പോൾ IOC വന്നേക്കാം. ഞാൻ കുത്തക എന്ന് പറഞ്ഞാൽ നാളെ ഇന്ത്യൻ ഓയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനികളൊക്കെ ഉണ്ടാക്കിയേക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു കൊള്ള നടത്താൻ നിതിൻ ഗഡ്കരി തൻ്റെ അധികാരം ഉപയോഗിച്ചു എന്ന് തോന്നൽ ജനങ്ങൾക്കുണ്ട്. അതിൻ്റെ ദുരന്തം ജനങ്ങൾ 2 തരത്തിലും അനുഭവിക്കും. മിഡിൽ ക്ലാസ് ഇങ്ങനെ അനുഭവിക്കുമെങ്കിൽ ലോവർ ക്ലാസ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കിട്ടാതെ അനുഭവിക്കും. അങ്ങനെ വരുന്നൊരവസ്ഥ ഉണ്ടാവാൻ പറ്റില്ല. അതുകൊണ്ട് ഈ 2 പേരും ചേർന്നിട്ടുള്ള പ്രക്ഷോഭമായിരിക്കണം എത്തനോളിനെതിരെ എന്നാണ് ഞാൻ കണ്ടത്.